ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അതിനായി ഒരു പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ തന്നെ വേണമെന്നില്ല, സൺഫ്ലവർ ഓയിലാണെങ്കിലും യൂസ് ചെയ്യാം, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യേണ്ട കേട്ടോ. ഇനി അതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ബോൺലെസ് ചിക്കനാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ചിക്കനും പെപ്പർ പൗഡറും ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാനൊരു 10 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. 10 മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് ഈ കാണുന്നത്. ഇനി നമുക്കത് വറ്റിച്ചെടുക്കാം. ഓപ്പൺ ചെയ്ത് വെച്ച് തന്നെ ഞാനത് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ തന്നെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തൈമും ഒറിഗാനോയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തേക്കുവാണ്. നമ്മൾ പിസയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പം ഒറിഗാനോയും തൈമും ചേർത്ത് ഇനി ചിക്കൻ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ബണ്ണോ ബ്രെഡോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഞാനൊരു ബണ്ണ് എടുക്കുന്നുണ്ട്. അതിലേക്ക് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ടൊമാറ്റോ കെച്ചപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യത്തിന് മൊസറല്ല ചീസ് അതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ചീസ് ചേർത്തതിന് ശേഷം അതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടി ചേർത്ത് നമുക്കതൊന്ന് മൈക്രോവേവ് ചെയ്തെടുക്കാം. ഞാനൊരു 2 മിനിറ്റ് മൈക്രോവേവ് ചെയ്യുന്നുണ്ട്. ഇനി മൈക്രോവേവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്യാസിൽ തന്നെ വെച്ചിട്ട് പാനിൻ്റെ അകത്ത് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ആ ചീസൊക്കെ ഒന്ന് മെൽറ്റാകുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അപ്പോൾ നന്നായി തന്നെ കിട്ടിക്കോളും, മൈക്രോവേവ് ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോൾ ഇത് ചെയ്തിട്ട് വരാം. പിന്നെ ഞാൻ ഇന്ന് ഈ സാൻഡ്വിച്ചിലേക്ക് വെജിറ്റബിൾസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ്, പൊട്ടറ്റോ, ടൊമാറ്റോയൊക്കെ വട്ടത്തിൽ അരിഞ്ഞതിന് ശേഷം അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചീസ് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾ വെച്ചതിന് ശേഷം ചിക്കൻ വയ്ക്കാം. ഞാൻ ഇന്ന് അത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ മൈക്രോവേവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ചീസൊക്കെ മെൽറ്റായി നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ കുട്ടികളിപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ കൂടെ ഞാനൊരു വാട്ടർമെലൺ ജ്യൂസും കൂടി ഉണ്ടാക്കുന്നുണ്ട്. വാട്ടർമെലൺ ജ്യൂസിൽ ഷുഗറൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് നല്ല മധുരമുള്ള വാട്ടർമെലൺ ആയിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് അത് മാത്രം അടിച്ച് ജ്യൂസാക്കി വെക്കുവാണ്. അപ്പോൾ അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.